നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ആഗ്രഹങ്ങളോടൊപ്പം നമുക്ക് നമ്മുടെ ജീവിത ചിലവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സാധാരണ തൊഴിലാളിയാണെങ്കിലും, ഇനി അതല്ല ഒരു മാസ വരുമാനമുള്ള വ്യക്തിയാണെങ്കിലും, ഇനി അതല്ല ഒരു ബിസിനസ്സുകാരനാണെങ്കിലും, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ കടങ്ങളില്ലാത്ത ഒരു ജീവിതം, സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു മാസ വരുമാനമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും ശരി, അത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇനി അതല്ല നിങ്ങളൊരു ദിവസ വേതനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ കൃത്യമായിട്ട് ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് ആ ആഴ്ചയിൽ ആ മാസങ്ങളിൽ വരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ ദിവസക്കൂലിയുള്ളവരുടെ ഒരു പ്രത്യേകത, ചില സീസണിൽ അവർക്ക് ജോലി ഉണ്ടാവും, ചില സീസണിൽ ജോലി ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ജോലി, നമ്മൾ ചെയ്യുന്ന ജോലി ചില സീസണുകളിൽ ഇല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ജോലി ആ സമയത്തേക്ക് കണ്ടുപിടിച്ച് പോവുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ പോയാലും ആഴ്ചയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം, മാസത്തിൽ കൃത്യമായി കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. രണ്ടാമത്തത്, മാസവേതനമുള്ള തൊഴിലാളികളായിട്ടുള്ള ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളാണ്. അവർ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു മാസവരുമാനമുണ്ട്. ആ മാസ ശമ്പളത്തിൽ നിന്നും ഏറ്റവും മാക്സിമം ഒരു 75% കൂടുതൽ നിങ്ങൾ ചിലവാക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു 10,000 രൂപ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ മൊത്തം ചിലവുകൾ ഒരു 7,500ൻ്റെ മുകളിലേക്ക് പോവാത്ത രീതിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെയും നിങ്ങളുടെ സ്പെൻഡ് ചെയ്യുന്ന, പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഒരു 75% കൂടുതൽ പോവാതെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു കടക്കാരനാവാതെ സമാധാനത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്.